എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ജൂൺ 2026. King of Shells, Two of Shells, Queen of Acorns, King of Acorns, Eight of Shells, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി. ആദ്യം തന്നെ കിങ് ഓഫ് ഷെൽസ് എനർജി ആൻഡ് എയ്റ്റ് ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമയമാണ്. പിന്നെ കിങ് ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് എന്ന് പറയുന്നത് സീ ഹോഴ്സ് എനർജിയാണ്. അതൊരു വളരെ ഒന്ന് നർച്ചറിങ് എനർജിയാണ്. അപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പ്രഗ്നൻസി സിറ്റുവേഷനാണ് ഇതൊരു സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ബാലൻസ് ജീവിതത്തിൽ നിലനിർത്താൻ പറ്റുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ബാലൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാമിലി, കുടുംബ അന്തരീക്ഷം, ചുറ്റുപാടുമുള്ള സാഹചര്യം, കുടുംബം, അതുപോലെ തന്നെ ഫാമിലി, കുട്ടികൾ, പേഴ്സണൽ ലൈഫ് കൂടാതെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് എല്ലാം ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ വിലപ്പെട്ട അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. എയ്റ്റ് ഓഫ് ഷെൽസ് എനർജി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർ ഫിഷ് എനർജിയാണ്. സ്റ്റാർ ഫിഷ് എനർജി എന്ന് പറയുമ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ശാരീരികമായിട്ട് അസ്വസ്ഥതകളുണ്ട്, നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ പലതിനെയും അതിജീവിച്ചിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പുതിയ അവസരങ്ങൾ നിങ്ങൾക്കായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു എനർജി കൂടിയാണ്. അപ്പോൾ ബിസിനസ് സാധ്യതകളാവും, മറ്റെന്തെങ്കിലും തരത്തിൽ, ഇപ്പോൾ ക്രിയേറ്റീവ് സൈഡ്, ഇപ്പോൾ ഇൻസ്റ്റ, യൂട്യൂബ്, ടിക്ടോക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടേതായിട്ട് സൃഷ്ടിച്ച് നിങ്ങൾ ഒത്തിരി സമയം ചിലവഴിക്കുന്നുണ്ട്. ഇത് ഓവറായിട്ട് കിടന്ന് ഓടുക അല്ലെങ്കിൽ എന്തിനെങ്കിലും ഇപ്പോൾ കരിയർ ആണെങ്കിൽ കരിയറിൻ്റെ പുറകെ മാത്രം പോകുക, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുക, അതിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ച് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ടു ഓഫ് ഷെൽസ് ആൻഡ് കിങ് ഓഫ് ഏക്കോൺസ് എനർജിയാണ്. അപ്പോൾ ഇത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രണയത്തിലാകുന്ന ഒരു സമയമായിരിക്കും. ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ അത് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കാം ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പ്യുവർ ലവ് അല്ലെങ്കിൽ നമ്മുടെ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തുന്ന ഇമോഷണൽ ബാലൻസ് ലൈഫിൽ വരുന്ന സമയമാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികൾ, അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും, എന്തെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളവർ കാര്യങ്ങളൊക്കെ മാറി അതിനെ അതിജീവിച്ച് നല്ലൊരു രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഏത് രീതിയിലാണോ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, മാനസികമായിട്ട് നിങ്ങൾക്ക് തൃപ്തി തരുന്ന രീതിയിൽ ആ രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ക്രിയേറ്റീവ് സൈഡ് സ്ട്രോങ് ആക്കിയാൽ ആ വഴിയിലൂടെ നിങ്ങളുടെ കരിയർ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഒരുപക്ഷെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾ അതായത് ഈ ക്രിയേറ്റീവ് രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അതല്ല എങ്കിൽ ജോലിയോടൊപ്പം തന്നെ സൈഡായിട്ട് ഒരു ക്രിയേറ്റീവ് എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞൊരു സെൽഫ് റിയലൈസേഷനാണ്. അതിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്, ഇതാണ് എൻ്റെ പാത, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വഴി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ജീവിതം മുന്നോട്ടേക്ക് നയിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതായിരിക്കണം എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതം, അല്ലെങ്കിൽ എൻ്റെ ഒരു പദവി, പ്രൊഫഷൻ അല്ലെങ്കിൽ പാഷൻ, ഏത് രീതിയിലാണെങ്കിലും അതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്ന
ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2 ഓഫ് ഷെൽസ് എനർജി ആൻഡ് നൈറ്റ് ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. പ്രായമായിട്ടുള്ളവരെ വീട്ടമ്മമാരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം സാധാരണയിൽ കവിഞ്ഞ് ഉത്സാഹഭരിതരായിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ പൊതുവെ പ്രായമായി എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. ആ ഒരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിങ്ങളുടെ ഒരു നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, ഏത് കാര്യത്തിലാണ് മാറ്റം വരുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. അതായത് പ്രായമായി തീർച്ചയായിട്ടും, അപ്പോൾ അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ചിട്ട് ജീവിതം അവസാനിച്ചു എന്നുള്ളതല്ല. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ആകാംക്ഷയുള്ള കാര്യങ്ങൾ, ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ ഒക്കെ സമയമുണ്ട്. ജീവിതം അവസാനം വരെ പഠിച്ചുകൊണ്ടിരിക്കാം. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനിയും പഠിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ക്രിയേറ്റീവായിട്ടുള്ള കാര്യമോ പഠിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്, നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന സമയം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് സ്കോളർഷിപ്സ് കാര്യങ്ങളിലൊക്കെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയൊരു ഉയർച്ചയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നല്ലൊരു സാധ്യത തന്നെ തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. കാരണം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗൈഡ് ആരെങ്കിലും ആയിരിക്കാം. നിങ്ങൾ അതുപോലുള്ള എന്തിലെങ്കിലും നിങ്ങളിപ്പോൾ കോഴ്സ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങൾക്കൊരു സഹായം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരു സിറ്റുവേഷനും കൂടി ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് 8 ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അതേപോലെ തന്നെ സ്പോർട്സിലും ആർട്സിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എനർജി വിദ്യാർത്ഥികളിൽ ഉണ്ടാകുമ്പോൾ, കരിയർ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുറച്ചധികം നാളായിട്ട് കരിയറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യമൊന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല, ഇങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഡിറ്റർമിനേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഫൈനൽ പുഷ് ജീവിതത്തിൽ ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓവർലി ഡിഫെൻസീവായിട്ട് നിന്നിരുന്നതിൽ നിന്ന് മാറ്റി വേണ്ട കാര്യങ്ങളിൽ ഒരു പുഷ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. അതുകൊണ്ട് തന്നെ കരിയറിൽ പണ്ട് നിങ്ങളൊരു ഡോർമാറ്റ് അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. അതുപോലെ വേണ്ട കാര്യങ്ങളിൽ ആ ഒരു ഫൈനൽ പുഷ് കൊടുക്കുകയും മുന്നേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശക്തമായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. നൗ ഇസ് എ ടൈം ടു റിലാക്സ് ചില കാര്യങ്ങളിൽ. അപ്പോൾ ജോലി സംബന്ധമായിട്ട് വേണ്ടിടത്ത് എവിടെയാണോ ആ ഒരു പുഷ് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുക. അല്ലാത്ത സ്ഥലങ്ങളിൽ വേണ്ട സമയത്ത് ജോലി, അതായത് 9 to 5 ടൈം, ആ ഒരു സമയത്തിൽ ജോലിയിൽ ശ്രദ്ധിക്കുക. ആ ഒരു 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ 9 മണിക്ക് മുമ്പ് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഒരു ബാലൻസ് നിലനിർത്തുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ്. പിന്നെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ഈ ഒരു മാസം വളരെ നല്ല സമയമാണ്. എക്സ്ട്രാ ഇൻകം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. പിന്നെ അപ്രതീക്ഷിതമായിട്ട് എവിടെ നിന്നോ ധനം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ധനലാഭം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ധനം നിങ്ങളിലേക്ക് എത്താൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ കടൽ കടന്ന് പോകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതിനു വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരം വരുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ കോൺട്രാക്ട്സ്, എഗ്രിമെൻറ്റ്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സമയമാണ്. എന്തെങ്കിലും തുടങ്ങി വെക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണോ ആ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങി വയ്ക്കാം. മുന്നോട്ടേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യമാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്തോ ഗവൺമെൻറ് കോൺട്രാക്റ്റ് എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവാം.
അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വർക്കാണ് കൂടുതൽ കാണിക്കുന്നത്. അങ്ങനെയുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.